തിരുവനന്തപുരം സ്ലാങ് നന്നായിട്ട് സംസാരിക്കോ? സൂപ്പറായിട്ട് സംസാരിക്കാം. പറ. ആദ്യം അണ്ണൻ തുടങ്ങ. അല്ല നീ പറ. അണ്ണൻ പറ. നീ രാവിലെ തൂത്തിറക്കി തൂക്കൂ? ഓ, എറ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ടെണ്ണ. എറ എല്ലാം തൂത്ത് വൃത്തിയാക്കി സെറ്റാക്കി. വേറെ ആരെങ്കിലും ജോലിക്ക് ആരെങ്കിലും വരൂ? ഓ, ജോലിക്കൊന്നും ആരും വരൂലണ്ണ. ഇപ്പൊ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. എന്തിരി പറയാൻ. നീ വിളക്കിനൊക്കെ ഒരുക്കൂ? ഓ, വിളക്കൊക്കെ ഒരുക്കും ഞാൻ. വിളക്കൊക്കെ ഒരുക്കി എന്തിരി പറയാ, സീരിയൽ സമയങ്ങളായതുകൊണ്ട് എല്ലാ അമ്മച്ചിമാരും അവിടെ ഇരുന്ന് കാണും. നമ്മള് പിന്നെ ആ ഓരം പിടിച്ച് അവിടെ അങ്ങ് ഇരിക്കും. വയസ്സ് എത്രയാണ്? 24. ഉറപ്പാണല്ലോ അല്ലേ? കൊടുക്കുന്ന അനസ്തേഷ്യയുടെ അളവ് വയസ്സിനനുസരിച്ചാണ്. സോറി, 30 വയസ്സ്. നോക്കൂ മാഡം, അനസ്തേഷ്യ കുറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്നതിനിടെ ബോധം വരാൻ സാധ്യതയുണ്ട്. 38. മാഡം, നിങ്ങൾ ശരിയായ വയസ്സ് പറഞ്ഞില്ലെങ്കിൽ അനസ്തേഷ്യയിലെ തെറ്റായ അളവ് നിങ്ങളുടെ കരളിനെ ബാധിക്കാനും പ്രവർത്തനം നിലയ്ക്കാനും കാരണമാകും. 54. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും എന്റെ ശവം പുറത്തെടുക്കുമെന്ന് പറഞ്ഞാലും കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പൊ മിണ്ടാൻ നേരമില്ല, എന്നോട് കൊഞ്ചിക്കൊഴയാൻ നേരമില്ല, എന്നോട് സംസാരിക്കാൻ നേരമില്ല, എന്റെ അടുത്ത് അടുത്ത് വന്ന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല. ഒരു അകൽച്ച, ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ. ആർക്ക് വേണ്ടി, എന്തിനിങ്ങനെ ജീവിക്കണം? പൊക്കൂടെ? തീർന്നാ നിങ്ങള്? തീർന്നു. എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട. നീ എന്ത് കാണുന്നുണ്ടെന്നാ പറയണത്? എന്ത് കാണുന്നുണ്ടെന്നാ? ഒന്നല്ല, 1000 കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം നീ പറ. നിങ്ങളെ ആ അടുക്കള നിൽക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണോ, ഉമ്മ വെക്കണോ, ശൃംഗരിക്കുന്നു, കുഴഞ്ഞാടുന്നു, കൊഞ്ചിക്കൊഴയണോ, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ. എടി, അടുക്കള നിൽക്കണ പെണ്ണ് എന്റെ ആരാടി? ഭാര്യ. നീ ഇവിടുത്തെ ആരാണ്? വേലക്കാരി. ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാ ഫാമിലി ഗ്രൂപ്പ് കൂടെ വിടാനാ. എന്നാജി ചോയ്ക്ക്. വിവാഹം 2-ാം തീയതി ഉറപ്പിച്ചു, എല്ലാവരും 1-ാം തീയതി രാത്രിയിൽ എത്തണം. സെക്കൻഡ് മാരേജ്, പ്ലീസ് കം ഓൺ ഫസ്റ്റ് നൈറ്റ്, വി വിൽ. പേരെന്ത്? ഞാൻ ഉമ്മക്കുൽസു. ഓക്കെ, നിങ്ങളെ പോരാടെ? എന്റെ പോരെ കാസർഗോഡ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എവിടെ വരുന്നത്? ഞാൻ ദുബൈന്ന് ഇപ്പൊ വരുന്നത്. അതെന്ത് നിങ്ങൾ ദുബൈ പോയിനി? എന്നെ മംഗലം കഴിച്ചിട്ട് കൊടുത്തത് ആടെ. അത് മംഗലം കഴിച്ച് ആടെ കൊടുത്തേ? അപ്പൊ മാപ്പിൾക്കാടെ പണി. ഓ, അങ്ങനെ ഓക്കെ. അങ്ങനെ ഞാനിപ്പോ ആടെ. അപ്പൊ നാട്ടിൽ നിന്ന് ആരും ഒന്നും പറയില്ലേ? എല്ലാരും ചോദിക്കുന്നേ, എന്താ ചോദിച്ചേ? നിങ്ങക്ക് മലയാളം ഉണ്ടാൻ അറിയോ? ആണോ? വേറെന്താ ചോദിച്ചേ? മലയാളം എഴുതാനും വായിക്കാനും അറിയോ? അത് നിങ്ങൾ ആടെ തന്നെ ആയോണ്ട് ചോദിച്ചതായിരിക്കൂ. അപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നേ, ചോദിക്ക്. ഞമ്മെന്ത് ബോളന്മാരാ? ആ, എന്നെ ബേളന്മാരാ? ഞാൻ സ്കൂളൊന്നും കാണാത്തോറാ. പടച്ചോനെ, പാമിനാന്നുള്ള. അംഗനവാടിയിലെ ടീച്ചറാണ്. എന്ത് വാടിയത്? അംഗനവാടി. അതിന് ഇവിടെ കുട്ടികളൊന്നുമില്ലല്ലോ. സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വെച്ചിണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ഇക്കടെ പേരൊന്ന് പറയാം. എന്റെ പേര് കോയാന്നാണ്, കോയ കുട്ടി എന്നും പറയും. എത്ര വയസ്സായി? നിങ്ങൾ പറഞ്ഞാലിപ്പോ റബീഉൽ അവ്വൽ 18-നാണ് എന്റെ ജനനം. വെള്ളിയാഴ്ചയാണ് തോന്നുന്നത്. ഇതല്ല ഇക്ക വർഷം അറിയണം. അത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും. നമ്മുടെ ഊത്രാളിക്കാവ് പൂരം, പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് 10-13 ആൾക്കാർ അങ്ങോട്ട് മയ്യത്തായത് ഓർമ്മ എനിക്ക്? എന്നാ ഈ കുടുങ്ങി. എന്നാ വീട്ടും പേരൊന്ന് പറയാമോ? ആ വീട്ടുപേരൊക്കെ പറഞ്ഞ കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറത്തറ. ഇത് ഞാൻ എപ്പോ ടൈപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകാനാണ്. ആ ആധാർ കാർഡ് ഒന്ന് വരുമോ? അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് കളിയാക്കാനൊന്നും നിൽക്കരുത്. ഇക്കഞ്ഞത് വരെ മനസ്സിലായിട്ടില്ല. അതിലിരിക്കണ വെള്ളത്തലയാണ്, ആര് വെച്ച മാതിരിയാണ് ഇക്ക് തോന്നാറ്. കണ്ണുമില്ല, മൂക്കുമില്ല, തലയില്ല. ആളാണോന്ന് തന്നെ സംശയമാണ് അതിലിരിക്കുന്നത്.